ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നൊരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ പാഷൻ ഫ്രൂട്ടൊന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് മാങ്ങ വെച്ച് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പുറമെല്ലാം നല്ല പഴുത്ത് മഞ്ഞ കളറുള്ള പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഗാർഡനിൽ നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ജ്യൂസൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല മൂത്ത് വിളഞ്ഞതായതുകൊണ്ടാണ് അങ്ങനെ നിറയെ ജ്യൂസ് ഉള്ളത്. ഇനി ഇതിൻ്റെ പൾപ്പ് ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഈ ജ്യൂസ് വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ പൾപ്പ് മുഴുവനും ഇട്ടിട്ട് അടിച്ച് ചമ്മന്തി ഉണ്ടാക്കാം. ഞാനങ്ങനെ ചെയ്യാത്തത് കുരുവലായിട്ട് അടിക്കുമ്പോഴത്തേക്കും എല്ലാം അരഞ്ഞ് കടിക്കുമ്പോഴും അത് കാണാനൊരു സുഖം ഉണ്ടാവില്ല ചമ്മന്തി. അപ്പം ഞാൻ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. പൾപ്പ് അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജ്യൂസ് ഇതുപോലെ താഴേക്ക് വീണോളും. ഞാനിവിടെ 3 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല മഞ്ഞ കളറിലെ ജ്യൂസെല്ലാം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തിക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 1 കപ്പ് തേങ്ങാപ്പീര. പച്ചമുളകല്ല നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് പച്ചമുളകല്ല ചുവന്ന കളറിലെ മുളകാണ് ചേർക്കുന്നതെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ എണ്ണയിലൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെളുത്തുള്ളി പക്ഷേ ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെല്ലാം കൂട്ടാൻ വെളുത്തുള്ളി വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കറികളിലും ചമ്മന്തിയിലൊക്കെ വെളുത്തുള്ളി 2 ചുളയൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചമ്മന്തിയൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും മിക്സിയിൽ ചെറിയ ജാർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലിൽ വെച്ച് ഇറക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ കൂടുതൽ ഉപ്പൊന്നും ഇടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. ഇനി മിക്സി മൂടി ഇതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഒരു 2 പ്രാവശ്യം അടിച്ചിട്ട് ഓഫ് ചെയ്യുക. കൂടുതൽ സമയമൊന്നും അടിക്കരുത്, ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. ഇപ്പോൾ മിക്സിയിലിട്ട് 2 പ്രാവശ്യം കറക്കി എടുത്തതാണിത്. ഇത് കൂടുതലൊന്നും അരഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അരക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ഇത്തിരി കുറവാണ്. അപ്പം ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് ചെറിയ സ്പീഡിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കൂടുതൽ അരഞ്ഞു പോവുകയുമില്ല. നല്ല പാകത്തിന് നമ്മൾ കല്ലിലിട്ട് അരക്കുന്ന പോലെ നല്ല ടേസ്റ്റിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി മിക്സി മൂടിയിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഇപ്പോൾ ചമ്മന്തി നല്ല പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. കൂടുതൽ അരഞ്ഞും പോയിട്ടില്ല, എന്നാൽ നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് ചുറ്റിയെടുത്താൽ നല്ല പാകത്തിന് കിട്ടുകയും ചെയ്യും. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വന്ന് നിറയും. ചോറിൻ്റെ കൂട്ടൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മാങ്ങ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുളി വെച്ചിട്ടൊക്കെ ചെയ്യാം. ഞാനിന്ന് ലഞ്ചിൻ്റെ ചമ്മന്തിയുടെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും മത്തി ഫ്രൈയും പുളിശ്ശേരിയുമാണ്. പുളിശ്ശേരിയും മെഴുക്ക് പുരട്ടിയുടെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെയൊക്കെ കണ്ടു നോക്കുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളിയും സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്